ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിവിടെ സുഖമായിരിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും സേഫായിരിക്കുക. ഇന്നത്തെ റെസിപ്പി കണ്ടു നോക്കുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ ചിക്കൻ കറിയാണ്. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ ഈ ചിക്കൻ കറി. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അതേപോലെ തന്നെ വളരെ ടേസ്റ്റിയും അതേപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടത് എന്നുള്ളത് നമുക്ക് അമ്മ തന്നെ പരിചയപ്പെടുത്തി തരും. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക. നമ്മുടെ റെസിപ്പി ട്രൈ ചെയ്യാം. 1 കിലോ ചിക്കൻ എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഒന്ന് കറി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. 1 കിലോ ചിക്കൻ്റെ ഒരു 2 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതിലേക്ക്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ മസാലപ്പൊടികൾ, മുളക് പൊടി, ചിക്കൻ മസാല, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്. പിന്നെ നമുക്ക് തക്കാളി ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്, മീഡിയം തക്കാളി. പിന്നെ കുറച്ച് മല്ലിയില, കറിവേപ്പില. സവാള ഒരു 4 അങ്ങനെ എടുത്തിട്ടുണ്ട്. എനിക്ക് ഏതിലേക്ക് ഞാൻ എടുക്കും, സവാള കുറച്ച് കൂടുതൽ എടുക്കും. സവാള നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അതിൻ്റെ കുറച്ച് എണ്ണ കാണിക്കുള്ളൂ. അപ്പോൾ നമുക്കത് ഉണ്ടാക്കി നോക്കാം. പാത്രം ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചു വെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് സവാള ഇട്ടു. അപ്പോൾ ഉള്ളി വേഗം വഴന്നു വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കാം. ഹൈ സ്പീഡിൽ വയ്ക്കുന്നത് സ്റ്റിമിലല്ലേ? ഇനി ഈ സമയത്ത് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് അരച്ചെടുക്കാം അല്ലേ? ഓക്കെ, അങ്ങനെ ഞാൻ ഇതൊന്ന് ചെറുതാക്കിട്ടോ പീസ്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാല തിരുമ്മി വയ്ക്കാം. കുറച്ച് മുളക് പൊടി ഇട്ടു, കുറച്ച് ഉപ്പും, ഗരം മസാല ഒരു ലേശം ഇടും, ചിക്കൻ മസാല, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഓക്കെ, അതൊന്ന് തിരുമ്മി വയ്ക്കാം. കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കുറച്ചിടാം കേട്ടോ. നന്നായി കൈകൊണ്ട് തന്നെ നന്നായി തിരിഞ്ഞ് വയ്ക്കാം. അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്യാൻ കേട്ടോ. ആ വെളിച്ചെണ്ണ ബാക്കിയുള്ള കുറച്ച് ഞാൻ വെച്ചിരാ. കയ്യിൽ എണ്ണ ഒഴിക്കാൻ പാടില്ല. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടിയാൽ മുറിച്ചിട്ടിട്ട് കൊടുക്കാം കേട്ടോ. നല്ല സ്മെല്ലുണ്ടാവും. അപ്പോൾ നല്ല മണം കിട്ടണമെങ്കിൽ നമ്മൾ മുറിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. ഈ സമയത്ത് കുറച്ച് കറിവേപ്പില നമ്മുടെ ഓണിയനിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു സ്പെഷ്യൽ സ്മെൽ തന്നെ ആയിരിക്കും. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഒപ്പം ഉള്ളതുകൊണ്ട് നല്ല മണം കിട്ടും. പച്ചമുളകും ഇഞ്ചി പേസ്റ്റ് നമ്മുടെ ബാക്കിയുള്ള പൊടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാണ് കേട്ടോ.
ഇപ്പോൾ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടല്ലേ, നമുക്ക് തക്കാളി ഇടല്ലേ? ഈ തക്കാളി കൂടി ഇതിലേക്ക് അടിയാം കേട്ടോ. നന്നായിട്ടൊന്ന് വെന്തോട്ടെ. ഈ സമയത്ത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് പൊടിയൊക്കെ ഇട്ട സമയത്ത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും സ്റ്റിമ്മാക്കി വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒന്ന് വാടി വന്നു അല്ലേ? തക്കാളി കുറച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഉരുളക്കിഴങ്ങിനെ അരിക്കിട്ടിട്ട് അതൊന്ന് വേവട്ടെ. നമുക്ക് ചിക്കൻ ഇതിൻ്റെ ഒപ്പം തന്നെ ഇടാം. നല്ല ഈ മസാലയെ കൂടെ ഇതൊന്ന് മിക്സ് ആയിക്കോട്ടെ. കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ കൊടുക്കാം. ഈ ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ടിട്ട് വേവിക്കില്ലേ ആദ്യമൊക്കെ? ഉരുളക്കിട്ട് വേണമെങ്കിൽ ഒന്ന് വേവിച്ചാൽ മതി. അപ്പോൾ പക്ഷെ എത്ര ടേസ്റ്റ് അപ്പോൾ കിട്ടില്ല. അതിൻ്റെ ഒപ്പം കിടന്ന് പോകുമ്പോഴാണ് ടേസ്റ്റ് വരുന്നത്. ഇത് ഫോറിൻ കൺട്രീസിലൊക്കെ ഉള്ളവരെ എന്തുണ്ടെങ്കിലും വേവിക്കുക, ഗ്യാസിനൊക്കെ വില കൂടുതലേ. ഞാൻ ഈ ഉരുളക്കിഴങ്ങ് ഒരെണ്ണൊക്കെ ഇടാറുണ്ട്. പക്ഷെ ഒരെണ്ണിട്ടാലും മതി. പക്ഷെ ഈ ഉരുളക്കിഴങ്ങ് ഇഷ്ടമാവുക കാരണം ചിക്കനിലിട്ടിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ 2 എണ്ണമൊക്കെ ഇടും. കുട്ടികൾക്കും ഇഷ്ടമാണ്. നല്ലതുകൊണ്ട് കിഴക്കണ്ടിട്ട് പുഴുങ്ങി കൊടുക്കും, വേവിച്ച് കൊടുക്കും. അപ്പോൾ നമുക്ക് ചിക്കൻ നമ്മുടെ ഇത് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം ചിക്കൻ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഉരുളക്കിഴങ്ങ് വേവാനുള്ളതാണ്. അതിൽ അടച്ചു വെച്ച് കഴിയുമ്പോൾ വെള്ളം വരും. അപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മൾ വെച്ചിട്ടുണ്ട്, അത് അടച്ചു വെച്ചു. ഇനി ഇത് വെന്ത് വരുമ്പോൾ നമുക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ. ടേസ്റ്റിന് കൂട്ടാനുള്ള ഒരു സംഭവമാണ്. അതുകൂടി ചേർക്കുമ്പോൾ നമുക്ക് കാണാം. ചിക്കൻ കറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിത്തല, സ്പെഷ്യൽ എന്ന് പറയുന്നത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അതിൻ്റെ അടപ്പെടുത്തിട്ട് ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചോറിൻ്റെ ഒപ്പവും പലഹാരങ്ങളുടെ ഒപ്പവും ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഈ ചിക്കൻ കറി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. നമുക്കിതോട് വറുത്തിട്ട് തിന്നാം. അയ്യടാ, ഇന്ന് എടുക്കണ്ട കേട്ടോ വീഡിയോ. ഞാൻ എടുക്കില്ലാന്ന്.